ഐ കാണ്ട് ഏബിൾ ടു ഡു ദാറ്റ്. സെന്റൻസിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ സെന്റൻസിൽ ഒരു കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. കാരണം ഈ ക്യാനും ഏബിളും രണ്ടും ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ്. രണ്ടും കാണിക്കുന്നത് എബിലിറ്റിയെ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് വാക്കുകളും കൂടെ ചേർത്ത് ക്യാൻ യു ഏബിൾ ടു ഡു ദാറ്റ് എന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ക്യാൻ യു ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അപ്പൊ അതില് തെറ്റുണ്ടല്ലോ. ആ തെറ്റ് പലരും വളരെ കാഷ്വൽ ആയിട്ട് ഒരുപക്ഷെ അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം. ടീച്ചേഴ്സും പ്രൊഫഷണൽസും ഒക്കെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു തെറ്റ് നമ്മുടെ കുഞ്ഞു മക്കളെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാണ്. ഈ ക്യാനും ഏബിളും രണ്ടും എബിലിറ്റിയെ കാണിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ്. അതുകൊണ്ട് സെയിം സെന്റൻസിൽ ഇങ്ങനെ അടുപ്പിച്ച് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. സോ ഇപ്പൊ നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ആർ യു ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ക്യാൻ യു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് ചോദിക്കാം. ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഐ കാണ്ട് ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറയാതെ ഐ കാണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള വേ. അതുപോലെ ഇപ്പൊ ഏബിൾ ആണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ എം നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഓക്കെ, അപ്പൊ അവിടെ ക്യാനില് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിൽ ഓർത്തിരിക്കുക, ഇനി ഇതുപോലൊരു വാക്യം പറയേണ്ടി വരുമ്പോ ക്യാനും ഏബിളും രണ്ടും ചേർത്ത് വെച്ച് പറയാതിരിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള ടിപ്പുകൾക്കായിട്ട് നമ്മുടെ ബോധി സ്കിൽസ് അപ്പ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.